രാഹുൽ കെ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. രാഹുൽ, സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് വൈകിട്ടാണ്. മൃതദേഹവുമായുള്ള പ്രതിഷേധം ഇങ്ങനെ തുടരുകയാണ്. പ്രതിഷേധത്തിന് ഒട്ടും അയവില്ല. കൂടുതൽ ആളുകൾ ഈ പുൽപ്പള്ളി ടൗണിലേക്ക് എത്തുന്നുമുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് നൽകി സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക എന്ന നിലയിൽ എന്തെങ്കിലും ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? അങ്ങനെ ഇടപെടലിന് സാധ്യതയുണ്ടോ? എന്താണ് യഥാർത്ഥ സ്ഥിതി? രതീഷ്, ഞാനിപ്പോൾ ഉള്ളത് പോളിൻ്റെ മൃതദേഹം പ്രതിഷേധത്തിനടുത്താണ്. ഇവിടെ പ്രതിഷേധം ഏത് വിധത്തിൽ തുടങ്ങിയോ അതിൽ നിന്ന് കൂടുതൽ ശക്തിയായി തുടർന്നുകൊണ്ടിരിക്കുന്നു. മുദ്രാവാക്യം വിളികളോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മുദ്രാവാക്യം വിളികളോടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വരികയാണ്. നേരത്തെ ഈ അനുനയ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടാണ് പുൽപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ ഒരു സർവകക്ഷി യോഗം അത് വിളിക്കാൻ ശ്രമിച്ചിരുന്നു. വനം വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, DFO, CCF ഉൾപ്പെടെയുള്ളവരും ജനപ്രതിനിധികളും അതുപോലെ ഈ വൈദികരും മറ്റു പ്രതിനിധികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അനുനയ ചർച്ചകൾക്ക് സർവകക്ഷി യോഗത്തിനൊരു നീക്കമുണ്ടായിരുന്നു. പക്ഷേ അത് പ്രതിഷേധത്തെ തുടർന്ന് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ജനങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വന്ന ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്ക് തയ്യാറാകണം. അല്ലാതെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ ജീവനോ സ്വത്തിനോ സംരക്ഷണം നൽകാത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തി ചർച്ചയ്ക്കില്ല എന്ന നിലപാട് പ്രതിഷേധക്കാർ നാട്ടുകാർ സ്വീകരിച്ചു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് താഴെയും പ്രതിഷേധമുണ്ടായി. അങ്ങനെ ആ സർവകക്ഷി യോഗം യാതൊരു തീരുമാനവുമില്ലാതെ അലസിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് കൂടുതൽ ശക്തിപ്പെട്ട പ്രതിഷേധത്തിന് പുൽപ്പള്ളി ടൗൺ വേദിയായത്. വനം വകുപ്പിൻ്റെ ജീപ്പ് തടഞ്ഞു വെച്ചതും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായതും കടുവ പിടികൂടി, ഇന്ന് രാവിലെ കടുവ പിടികൂടിയ മൂരിയുടെ പാതിഭക്ഷിച്ച ജഡം അതുമായി കർഷകർ ട്രാക്ടറിൽ പ്രതിഷേധവുമായി വന്നതും ഈ ജഡം ഫോറസ്റ്റ് വനം വകുപ്പ് ജീപ്പിൻ്റെ മുകളിൽ കെട്ടിവെച്ചതുമൊക്കെ. ഏതായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോളിൻ്റെ മൃതദേഹവുമായുള്ള സ്ഥലത്താണ്. മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ബന്ധുക്കളുമായി മറ്റും സംസാരിക്കാൻ കഴിഞ്ഞു. രാവിലെ ഈ പ്രതിഷേധത്തിനിടയിൽ, ബഹളത്തിനിടയിൽ കുടുംബത്തിലൊരാൾക്ക് ജോലി വേണം, വലിയ നഷ്ടപരിഹാരം വേണം. എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ പറയുന്നത്? എത്ര രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ട്? ജോലിയടക്കം എന്തൊക്കെ ഡിമാൻഡുകൾ ഇവരുടെ ഭാഗത്ത് വരുന്നുണ്ട്? അങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ ബന്ധുക്കൾ? രജീഷ്, ആ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോളിന് ഒരു ഭാര്യ, ഒരു മകൾ, 10ാം ക്ലാസ്സുകാരിയായ മകളുമാണുള്ളത്. കുടുംബമാകെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അത് സ്വാഭാവികമാണ്, അങ്ങനെയാണ് ഉണ്ടാവുക. കുടുംബനാഥനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജോലിക്ക് പോവുകയായിരുന്നു ഇന്നലെ. ഫോറസ്റ്റിലെ താൽക്കാലിക വാച്ചറാണ്. വാച്ചർമാരുടെ ജീവിതം പല വാർത്തകളിലൂടെയൊക്കെ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ശമ്പളം കിട്ടാനുണ്ടാകുന്ന ഒരു കാലതാമസം ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ ജോലി അമിതഭാരം, പ്രത്യേകിച്ച് കാട്ടിൽ ആന ഇറങ്ങിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വാച്ചർമാരുടെ തലയിലാണ് ആ ജോലിയുടെ ഭാരമൊക്കെ വരിക. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബമാണ്. അവരാവശ്യപ്പെട്ടത് കുടുംബത്തിന് അടിയന്തരമായി നഷ്ടപരിഹാരം ലഭ്യമാക്കുക, അതുപോലെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുക എന്നുള്ളതാണ്. ആ വിഷയത്തിലൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്.